ഗൈസ്, നമുക്കിന്ന് വളരെ ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പി നോക്കിയാലോ. ഇത് ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രം ടാഗോ തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നികുഞ്ചം റെസ്റ്റോറൻറ്റിലെ ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയാണ്. സോ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കാം. 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 kg ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 400 grams ഓഫ് ഓനിയൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 4 ടേബിൾ സ്പൂൺ മൈദമാവ്, പാകത്തിന് ഉപ്പ്, 2 മുട്ട, ചില്ലി സോസ്, സോയ് സോസ് ആൻഡ് ടൊമാറ്റോ സോസ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ മുട്ട നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മളിൽ ചേർക്കുന്നത്. പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്തു. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ് സോസും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. സോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ വെന്ത് വരുന്നതായിരിക്കും. സോ ഔട്ടർ പോർഷനൊക്കെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ അതിൽ നിന്ന് അതിനെ വറുത്ത് കോരി മാറ്റി വെക്കുക. ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ നമുക്കിനി ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ നല്ല രീതിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. വീണ്ടും കടായി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാം. ഞങ്ങളിതിൽ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് ഈ ചിക്കൻ പീസസിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോസൊക്കെയാണ്. സോ ആദ്യം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. ഏതാണ്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയ് സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ ഈ സിമ്പിൾ റെസിപ്പി പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ബൈ.